Hi friends, welcome back to my channel, your online teacher. മക്കളെ നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളത്തെ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെ പാർട്ട് എയിൽ നിന്നുള്ള മുഴുവൻ ചോദ്യവും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മുഴുവൻ ചോദ്യവും ചെയ്യാൻ പറ്റും, വിച്ച് മീൻസ് 40 out of 40 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. 40 out of 40 എന്ന് പറയുമ്പോൾ അതിൽ തിയറി ക്വസ്റ്റ്യൻസ് വരും. അത് മിസ് ഓൾറെഡി നിങ്ങൾക്ക് 2 days മുന്നേ വീഡിയോ ചെയ്തിരുന്നു. ആ തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പോഴത്തേക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. പിന്നെ നമുക്ക് കുറച്ച് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും, അത് ഞാൻ സെപ്പറേറ്റ് ചെയ്തു തരാം. പിന്നെയാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. പ്രോബ്ലംസിന് വേറെ ഒരു വീഡിയോയും നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ പ്രോബ്ലംസ് സെറ്റാണ് കേട്ടോ. പ്രോബ്ലംസിൻ്റെ പ്രഡിക്ഷൻ വീഡിയോ ആണിത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ പ്രോബ്ലംസ് സെറ്റാണ്. തിയറി ക്വസ്റ്റ്യൻസ് അത് പഠിച്ചാൽ മതി. അപ്പോൾ അത് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആകുകയാണെങ്കിൽ നമ്മൾ 2 പാർട്ടാക്കും, അല്ലെങ്കിൽ 1 പാർട്ടിൽ തന്നെ നമുക്ക് ഒതുക്കാം. നിങ്ങൾക്ക് ഫുൾ പ്രോബ്ലം ഇവിടെ സെറ്റാകും. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉള്ളവർക്ക് അത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. AFS ഉള്ളവർക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതും നമ്മൾ ചെയ്തിരുന്നു. സോ സംഭവം സെറ്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ചാപ്റ്റർ വൈസ് ഓർഡർ അനുസരിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കണം. അത് ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതിൽ അതുണ്ട്. അല്ല, ഇൻട്രസ്റ്റ് ആൻഡ് ക്യാപിറ്റലിലെ കാൽക്കുലേഷൻ, വെറൈറ്റി പ്രോബ്ലം, നോർമൽ പ്രോബ്ലം ചെയ്തു. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷനും ഇൻട്രസ്റ്റ് ആൻഡ് ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ആൻഡ് ക്യാപിറ്റലിൻ്റെ വെറൈറ്റി പ്രോബ്ലം ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അതിൻ്റെ ബാക്കിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രോബ്ലംസ് ഇതിൽ നിന്നല്ലാതെ വേറൊരു പ്രോബ്ലം നിങ്ങൾ പഠിക്കേണ്ട പാർട്ട് എയിൽ നിന്ന് കേട്ടോ. ഇതിലെല്ലാം ഉണ്ട്. സോ നോക്കാം, നമുക്ക് പെട്ടെന്ന് പോകാം. റഹീം ആൻഡ് സലീം പാർട്ട്നേഴ്സ് ആണ്. അവർ ഈക്വലി പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നവരാണ്. മന്ത്ലി ഡ്രോയിങ്സ് 2500 രൂപ വെച്ചിട്ടാണ്. ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് 12% ആണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബിഗിനിങ് ഓഫ് മന്ത്, മിഡിൽ ഓഫ് മന്ത്, എൻഡ് ഓഫ് മന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും കൂടി ഒരു കോമൺ ഇക്വേഷൻ ആണുള്ളത്. കോമൺ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12 ഇൻറ്റു ആവറേജ് പീരീഡ് എന്നുള്ളതാണ്. ആകെ ആവറേജ് പീരീഡിൻ്റെ അവിടെ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ടോട്ടൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12 ഇൻറ്റു ആവറേജ് പീരീഡാണ്. ഓക്കെ, ആവറേജ് പീരീഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ എമൗണ്ട് എന്ന് വെച്ചാൽ എല്ലാ മാസവും 2500 എന്ന് പറയുമ്പോൾ 2500 ഇൻറ്റു 12. റേറ്റ് എത്രയാണ്? റേറ്റ് വരുന്നത് 12/100 ഇൻറ്റു 1/12 ഇൻറ്റു ആവറേജ് പീരീഡ്. അത് മാത്രമേ മാറുള്ളൂ. ബിഗിനിങ് ഓഫ് മന്ത് ആണെങ്കിൽ 6.5, മിഡിൽ ഓഫ് മന്ത് ആണെങ്കിൽ 6, എൻഡ് ഓഫ് മന്ത് ആണെങ്കിൽ 5.5. അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. സോ 1950, 1800, 1650 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് എല്ലാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ അടുത്തത് അനു ആൻഡ് ബീന പാർട്ട്നേഴ്സ് ആണ്. അവർ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:2 ആണ്. പുതിയ ആളെ അഡ്മിറ്റ് ചെയ്തു. അനു 1/3 സറണ്ടർ ചെയ്തു. ബീനയുടെ ഷെയറിനെ 1/4 സറണ്ടർ ചെയ്തു. ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവർ എത്ര സറണ്ടർ ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. ഇവർ 3:2 എന്ന് പറയുമ്പോൾ 3/5 2/5 ആണ് അവരുടെ അനുവിൻ്റെയും ബീനയുടെയും റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ അനുവിൻ്റെ ഷെയറിൻ്റെ 1/3, അതായത് ഈ 3/5ൻ്റെ 1/3, അതായത് 3/5 ഇൻറ്റു 1/3 ചെയ്താൽ മതി. 1 × 3 3, 5 × 3 15, 3/15 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? അനു സറണ്ടർ ചെയ്തത്. അതുപോലെ ബീന സറണ്ടർ ചെയ്തതോ 1/4 ആണ്. 2/5ൻ്റെ 1/4, വിച്ച് മീൻസ് 2/5 ഇൻറ്റു 1/4, 1 × 2 5 × 4 20. സോ ഇതാണ് നമുക്ക് ആദ്യം കിട്ടേണ്ടത്. അനു കൊടുത്തത് 3/15, ബീന കൊടുത്തത് 2/20. അപ്പോൾ ഇവരുടെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ അനുവിൻ്റെ ഓൾഡ് റേഷ്യോയിൽ നിന്ന് നമ്മൾ ഈ 3/15 കുറയ്ക്കണം. ബീനയുടെ ഓൾഡ് ഷെയറിൽ നമ്മൾ ഈ 2/20 കുറച്ചാൽ മതി. ഓക്കെ, 3/15 2/20 നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ റേഷ്യോ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് ഓൾഡ് റേഷ്യോ 3/5 ആയിരുന്നു. അതിൽ നിന്ന് 3/15 കുറയ്ക്കണം. 3/15 കുറയ്ക്കണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആവണമല്ലോ. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ 5/15 ആകാൻ ഇൻറ്റു 3. അപ്പോൾ എന്തായി? 9/15 മൈനസ് 3/15 ഈക്വൽ ടു 6/15 എന്ന് കിട്ടി അനുയുടെ റേഷ്യോ. അതാണ് ഇങ്ങനെ 6/15 കിട്ടിയിട്ടുള്ളത്. അനുവിൻ്റെ ന്യൂ ഷെയർ അങ്ങനെ കിട്ടി. ഇനി അതേപോലെ തന്നെ നമ്മൾ ആരുടെ കാണാൻ വേണ്ടി പോവാണ്? ബീനയുടെ ന്യൂ ഷെയർ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ്. ബീനയുടെ ന്യൂ ഷെയർ എങ്ങനെ കാണും? ബീനയുടെ ഓൾഡ് ഷെയർ 2/5, അതിൽ നിന്ന് കൊടുത്ത് 2/20 കുറയ്ക്കുക. അപ്പോൾ മൈനസ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആവണം. 5 20 ആകാൻ ഇൻറ്റു 4 ഇൻറ്റു 4. അപ്പോൾ എന്തായി? 8/20 മൈനസ് 2/20 6/20. അങ്ങനെയാണ് ഈ 6/20 കിട്ടിയത്.
പിന്നെ പുതിയ ആൾക്ക് എത്ര കിട്ടിയെന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, അവർ കൊടുത്ത് ഈ 3/15 2/20 കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/10 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമ്മളിതിനെ എല്ലാത്തിനെയും കൂടി കോമൺ ആയിട്ട് ഒറ്റ ഡിനോമിനേറ്ററിലേക്ക് ആക്കി കഴിഞ്ഞ് വെട്ടിച്ചുരുക്കി കഴിയുമ്പോൾ നമുക്ക് 4:3:3 എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. ഇനി അടുത്തത് ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ ആണ്. ബുക്സ് ഓഫ് ഷീജ ആൻഡ് സന്താസ് വാർ ക്യാപിറ്റൽ എംപ്ലോയിഡ് 3 lakhും 2 lakhും ആയിരുന്നു. ആൻഡ് അഡ്മിഷൻ്റെ സമയത്ത് ബേസ് ഓഫ് 3 year പർച്ചേസ് ഓൺ ആവറേജ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണ് കേട്ടോ. ആവറേജ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ലാസ്റ്റ് 5 yearsൻ്റെ നോർമൽ റേറ്റ് 10% ആണ്. പ്രോഫിറ്റ് 5 വർഷം തന്നിട്ടുണ്ട്. അതായത് സൂപ്പർ പ്രോഫിറ്റ്സ് മെത്തേഡിലാണ് നമ്മളിത് കാണേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ആവറേജ് പ്രോഫിറ്റ് കാണണം. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 1 2 3 4 5 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിയുമ്പോൾ 60,000 ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ദെൻ നോർമൽ പ്രോഫിറ്റ് കാണണം. നോർമൽ പ്രോഫിറ്റ് കാണുന്നത് രണ്ടുപേരും കൂടി ക്യാപിറ്റൽ 3 lakhും 2 lakh, അതായത് 5 lakh. ആ 5 lakhിൻ്റെ നോർമൽ റേറ്റ് 10% ചെയ്ത് കഴിയുമ്പോൾ 50,000 നോർമൽ പ്രോഫിറ്റ് കിട്ടി. ഇത് രണ്ടും കൂടി കുറച്ചപ്പോൾ ഡിഫറൻസ് 10,000 കിട്ടി. ഇതാണ് സൂപ്പർ പ്രോഫിറ്റ്. അതിന് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഇവിടെ 3 അല്ലേ, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 30,000 നമുക്ക് എന്ത് കിട്ടും, ഗുഡ്വില്ലായിട്ട് നമുക്ക് ഈ 30,000 കിട്ടും. ഓക്കെ, ഇനി നമ്മളിതിൽ എല്ലാ മെത്തേഡും പഠിക്കണം കേട്ടോ. ഇതിൽ ഇൻക്ലൂഡ് ആകാത്ത മെത്തേഡ് ഉണ്ട്, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഇപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടില്ല, എന്നിട്ട് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആവറേജ് പ്രോഫിറ്റ് ആയി. സൂപ്പർ പ്രോഫിറ്റ്സ് മെത്തേഡ് ഇതിലേക്ക് ആയിട്ടില്ല. അപ്പോൾ അത് ഞാൻ പ്രഡിക്ഷൻ വീഡിയോയിൽ, ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്ഷൻ വീഡിയോയിൽ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ പ്രോബ്ലംസ് നിങ്ങൾ തൽക്കാലം ഇവിടെ പഠിക്കുക. 1-2 പ്രോബ്ലംസ് ഇതിൽ പെടാത്തത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത് നമുക്കൊരു ബാലൻസ് ഷീറ്റ് തന്നേക്കാണ്. കുറേ കാര്യങ്ങൾ തന്നിട്ട് റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരയ്ക്കണം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടും നമ്മൾ എങ്ങനെ വരയ്ക്കണം, ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ അസറ്റ് ചേഞ്ച് ആയതും ലയബിലിറ്റി ചേഞ്ച് ആയതും മാത്രം നോക്കിയാൽ മതി. റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ലാഭമാണെന്നുണ്ടെങ്കിൽ റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യണം, നഷ്ടമാണെങ്കിൽ റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യണം. അത്ര ഓർത്താൽ മതി. ഇതാ ഫർണിച്ചറിൻ്റെ വില കുറഞ്ഞു, നഷ്ടമാണ്, അസറ്റിൻ്റെ വില കുറഞ്ഞു, നഷ്ടമാണ്, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഫർണിച്ചറിന് എഴുതണം. 12% 3500 × 12/100 എന്ന് പറയുമ്പോൾ 420, അത് എഴുതി. ദെൻ സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞ നഷ്ടമാണ്, അപ്പോൾ ഡെബിറ്റ് ചെയ്യണം. സ്റ്റോക്ക് 10%, 14,000 10% 1400 എഴുതി. ഇനി ബിൽഡിങ്ങിൻ്റെ വില കൂടി, ലാഭമാണ്, ലാഭം വരുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, വിച്ച് മീൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം, ബിൽഡിംഗ് എന്ന് എഴുതണം. 10,000 ആയി, 10,000 കൂടി എന്ന് പറയുമ്പോൾ 10,000 എഴുതി. പിന്നെ പ്രൊവിഷൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതെപ്പോഴും ലയബിലിറ്റിയാണ്, നഷ്ടമാണെന്ന് ഓർത്തോളാം. ഡെറ്റേഴ്സിൻ്റെ 5%, ഡെറ്റേഴ്സ് 11,600 അതിൻ്റെ 5% ആണ് പ്രൊവിഷൻ. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്ന് പറഞ്ഞാൽ അത് നഷ്ടമായതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. എല്ലാം എഴുതി അത് ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7,600 കിട്ടി. അത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ് ഇവിടെ ആയതുകൊണ്ട്. ഇവിടെ ആയിരുന്നെങ്കിൽ അത് ലോസ് ആയിന്, ഇവിടെ പ്രോഫിറ്റ് ആണ്. അത് അവരുടെ റേഷ്യോയിൽ, അവരുടെ റേഷ്യോ എത്ര 2:1 അല്ലേ, 2:1 റേഷ്യോയിൽ വീതിച്ച് കൊടുത്തു കഴിയുമ്പോൾ ജോസഫിന് 5,067 ജയേഷിന് 2,533 രൂപയും കിട്ടി. റീവാലുവേഷൻ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യം തന്നെ അവരുടെ ഓപ്പണിംഗ് ബാലൻസ് 27,000 16,000 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതണം. പിന്നെ പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ 20,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നത് അതും എഴുതണം അയാളുടെ അക്കൗണ്ടിൽ. ദെൻ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് 3,000 കിടക്കുന്നുണ്ട്. അത് 2:1 റേഷ്യോയിൽ പഴയ പാർട്ട്നേഴ്സിന് കൊടുക്കണം. അവർക്ക് കിട്ടുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതണം കേട്ടോ. ജനറൽ റിസർവ് കിട്ടുന്നതല്ല, അപ്പോൾ റിസർവ് എന്ന് പറഞ്ഞിട്ട് എഴുതി 2:1 റേഷ്യോയിൽ വീതിച്ചു 2,000 1000. പിന്നെ ഇനി റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് കിട്ടുമല്ലോ, 5,067 2,533 അതും എഴുതി ബൈ റീവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ പാർട്ട്ണർ ഇവിടെ 6,000 രൂപ ഗുഡ്വില് കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൊടുക്കണം. അപ്പോൾ 6,000-നെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 4,000 2,000 വന്നു. സോ ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ട് അതും എഴുതി. അത്ര ആണല്ലോ അവർക്ക് കിട്ടുന്നത്, വേറെ ഒന്നും ഇതിലില്ലല്ലോ. സോ അതെല്ലാം കൂടി ആഡ് ചെയ്ത് ബാലൻസ് ചെയ്യുക. ഇവിടെ കുറയ്ക്കാനൊന്നും ഇല്ല. സോ 38,067 21,533 20,000 എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കിട്ടും, ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് കിട്ടും. പിന്നെ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ എളുപ്പമാണ്. ആദ്യം നമുക്ക് ക്രെഡിറ്റ് സൈഡ് എഴുതാം. ക്രെഡിറ്റേഴ്സിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ല, അപ്പോൾ ആ 9,000 അങ്ങനെ തന്നെ അവിടേക്ക് എഴുതണം. പിന്നെ അടുത്തത് എന്താ, ജനറൽ റിസർവ് ഇല്ല, തീർന്നുപോയി. പിന്നെ ക്യാപിറ്റലാണ്. ക്യാപിറ്റലായിട്ട് എഴുതേണ്ടത് ഈ 38 67 21 53 20,000 ആണ്. അത് നമ്മൾ ക്യാപിറ്റലായിട്ട് ഇവിടെ എഴുതി. വേറെ ഒന്നും ക്രെഡിറ്റ് സൈഡിൽ എഴുതാനില്ല. ഇനി ഡെബിറ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷിൻ്റെ കൂടെ എപ്പോഴും ശ്രദ്ധിക്കുക, അയാൾ കൊണ്ടുവന്ന 20,000 രൂപ ക്യാപിറ്റലും അയാൾ കൊണ്ടുവന്ന 6,000 രൂപ ഗുഡ്വില്ലും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം.
സോ അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് 27,900 കിട്ടും. പിന്നെ ഡെറ്റേഴ്സ് ഉണ്ടായിരുന്ന 11,600 അതിൽ നിന്ന് നമ്മൾ പ്രൊവിഷൻ 580 കുറച്ചിട്ട് വേണം ഇനി എഴുതാൻ. അങ്ങനെ 11,020 എഴുതി. സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞ 1,400 കുറച്ചു, ഫർണിച്ചർ കുറഞ്ഞ് 420 കുറച്ച് എഴുതി, ബിൽഡിങ് 10,000 കൂട്ടി 34,000 എഴുതി. അങ്ങനെ ബാലൻസ് ഷീറ്റ് നമ്മുടെ ടാലിയായി. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഒന്ന് പിന്നെയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അമല നന്ദന പാർട്ട്നേഴ്സാണ്. അവർ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:2 ആണ്. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത് 1/5 ഷെയറിന് ആ 1/5 ഈക്വലി കിട്ടിയെന്ന് പറഞ്ഞത്. 1/5 ഈക്വലി കിട്ടിയെന്ന് പറയുമ്പോൾ ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ എന്തായി 2/10 ആയി. 2/10 നമുക്ക് 1/10 1/10 എന്ന് പറഞ്ഞ് വീതിക്കാമല്ലോ. വിച്ച് മീൻസ് ഈക്വലി ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് 1/10 കിട്ടി. അപ്പോൾ അവരെ ന്യൂ റേഷ്യോ കാണാൻ പറയുമ്പോൾ 3/5 നിന്ന് 3/5 2/5 അല്ലേ, അതിൽ നിന്ന് രണ്ടുപേരും 1/10 കുറച്ചാൽ മതി. എന്നിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ 5:3:2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ന്യൂ റേഷ്യോ കിട്ടും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ജേർണൽ എൻട്രീസ് ആണ്. ലാലു ബാലു പാർട്ട്നേഴ്സാണ്. 3:1 ആണ് അവരുടെ റേഷ്യോ. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. ജിഷ 1,00,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു, 20,000 രൂപ ഗുഡ് വിൽ കൊണ്ടുവന്നു. ദെൻ ആ സമയത്ത് റിസർവ് ഫണ്ടിൽ ഒരു 10,000 രൂപയുണ്ട്. ഇതിൻ്റെയൊക്കെ എൻട്രി കൊടുക്കാനാണ് പറഞ്ഞത്. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ജിഷാസ് ക്യാപിറ്റൽ 1,00,000. ദെൻ ഗുഡ് വിൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ഗുഡ് വിൽ 20,000. ഇനി 10,000 രൂപ ജനറൽ റിസർവ് ഉള്ളത് എല്ലാവരും കൂടി വീതിച്ചെടുക്കുമ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് ലാലു ആൻഡ് ബാലു അതും അവരുടെ റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഗെയിനിങ് റേഷ്യോ കാണാൻ സിമ്പിളാണ്. ജസ്റ്റ് ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ചെയ്താൽ മതി. ഇവരെ ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്, ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്. 4/5 1/5 3/4 3/6 2/6. ഇത് 4/5 നിന്ന് 2/6 കുറച്ചാൽ മതി. 4/5 നിന്ന് 3/6 കുറയ്ക്കാം. ഇവിടെ ആരാ റിട്ടയർ ആവുന്നത്? നദിയ പോയത്. അപ്പോൾ 4/5 നിന്ന് 2/6 കുറയ്ക്കാം, 1/5 നിന്ന് 1/6 കുറയ്ക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗെയിനിങ് റേഷ്യോ കിട്ടും കേട്ടോ. ഗെയിനിങ് റേഷ്യോ സിമ്പിളും ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. പിന്നെ ഇനി റിട്ടയർമെൻറ്റിൻ്റെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. അതായത് മരണപ്പെട്ടു പോകുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അനിൽ അരുൺ അനീഷ് പാർട്ട്നേഴ്സാണ്. 2:1 റേഷ്യോ. റിസർവ് ഫണ്ട് ഇത് VIP ആണ്, അതെപ്പോഴും ഓർത്തോളാം. VIP ആണ് റിസർവ് ഫണ്ട് എന്ന് ഓർത്തോളാം. ഇനി അരുൺ ജൂൺ 30 ആണ് മരണപ്പെടുന്നത്. അയാൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടണം. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് കിട്ടണം. അപ്പോൾ അരുണിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്രയുണ്ട്? 25,000 രൂപ. അപ്പോൾ അത് അയാൾക്ക് കിട്ടണമല്ലോ. അപ്പോൾ ബാലൻസ് ക്യാരിഡ് ഓൺ 25,000 എന്ന് പറഞ്ഞിട്ട് എഴുതാം. പിന്നെ ജനറൽ റിസർവ് 15,000 അയാളുടെ ഷെയർ ഇല്ല. അയാളുടെ ഷെയർ എത്ര? 2/5. 15,000 ഇൻറ്റു 2/5 6,000 രൂപ. ആ റിസർവ് ഫണ്ടും അയാൾക്ക് കിട്ടും. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഷെയർ ഓഫ് ഗുഡ് വിൽ ആവറേജ് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ത്രൈസ് എന്ന് വെച്ചാൽ 3 years പർച്ചേസ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കാണണം. നമുക്കിവിടെ 12,000 15,000 18,000 തന്നിട്ടുണ്ട്. എല്ലാം കൂടി ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അതേ ഇൻറ്റു 3 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗുഡ് വിൽ കിട്ടും. ആ ഗുഡ് വില്ലിൽ അയാളുടെ ഷെയർ, ആ കിട്ടിയ ഗുഡ് വില്ല് ഇൻറ്റു 2/5 ചെയ്യുമ്പോൾ അയാളുടെ ഷെയർ കിട്ടും. അയാളുടെ ഷെയർ നമുക്ക് കിട്ടുന്നത് 18,000 ആയിരിക്കും കിട്ടുക. അത് മറ്റേ 2 പാർട്ട്നേഴ്സ് കൂടി ചേർന്നിട്ടായിരിക്കും അവർ തമ്മിലുള്ള 2:1 റേഷ്യോയിലാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അനിൽ 12,000 കൊടുക്കും, അനീഷ് 6,000 കൊടുക്കും. ഓക്കെ. പിന്നെ എന്തായിരിക്കും കിട്ടാനുള്ളത്? ഷെയർ ഓഫ് പ്രോഫിറ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് ഡെത്ത് ബേസ്ഡ് ഓൺ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ്. ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് 18,000 രൂപയാണ്. ശ്രദ്ധിക്കാട്ടോ, ലാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് 18,000 രൂപ. അയാളുടെ ഷെയർ എത്രയാണ് വരുന്നത്? അയാളുടെ ഷെയർ വരുന്നത് 2/5 ആണ്. സോ 18,000 ഇൻറ്റു 2/5 ഇൻറ്റു അയാൾ എത്ര നാൾ ഈ കൊല്ലം ജീവിച്ചിരുന്നു എന്നുള്ളത് നോക്കണം. അയാൾ മരണപ്പെട്ടത് ജൂൺ 30 ആണ്. സോ ഏപ്രിൽ മെയ് ജൂൺ 3 മാസമാണ് അയാൾ ജീവിച്ചിരുന്നത്. അപ്പോൾ 3 മാസത്തെ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇൻറ്റു 3/12 എത്ര വരും? 18,000 ഇൻറ്റു 2/5 ഇൻറ്റു 3/12 1800 പ്രോഫിറ്റ് ആണല്ലോ. സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം പ്രോഫിറ്റ് എഴുതാൻ കേട്ടോ. വേറൊന്നും അയക്ക് കിട്ടാനില്ലല്ലോ. എല്ലാം എഴുതി അത് ടോട്ടൽ ചെയ്ത് ഇപ്പുറം എഴുതി അരുൺസ് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് എഴുതിയാൽ സംഭവം ക്ലിയർ ആണ്. ഓക്കെ. ഇനി പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ആണ് കേട്ടോ.
പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ആണ് അടുത്തത് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഇവിടെ നോക്കിയേ, മഹേഷാണ് റിട്ടയർഡ് ആകുന്നത്, 40,000 രൂപ പുള്ളിക്ക് കൊടുക്കാനുണ്ട്. അത് 4 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരാമെന്ന് പറയുന്നത്, വിച്ച് മീൻസ് 40,000 ഡിവൈഡഡ് ബൈ 4 10,000. എല്ലാ മാസവും എല്ലാ കൊല്ലവും 10,000. പിന്നെന്താ പറയുക, ടുഗെദർ വിത്ത് ഇൻട്രസ്റ്റ്, അതായത് ടുഗെദർ വിത്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ട് തരാമെന്നാണ് പറയുന്നത്. എല്ലാ കൊല്ലം 10,000 പ്ലസ് 6% ഇൻട്രസ്റ്റും തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ, നമുക്ക് എഴുതാം. ആദ്യം തന്നെ മഹേഷിൻ്റെ ലോൺ അക്കൗണ്ട് വരച്ചിട്ട് ഈ 40,000 രൂപ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് 40,000 എന്ന് പറഞ്ഞാൽ മഹേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതിയിരിക്കുന്നത്. ആ കൊല്ലത്തെ ഇൻട്രസ്റ്റ് കാണാം, ബൈ ഇൻട്രസ്റ്റ് എന്ന് എഴുതാം. ഇൻട്രസ്റ്റ് ലോൺ ഒന്നും എഴുതണ്ട, ബൈ ഇൻട്രസ്റ്റ് എന്ന് എഴുതാം. 40,000ൻ്റെ 6% കാണാം, 2,400 രൂപ. ആ കൊല്ലിന് വേറെ ഒന്നും നടക്കുന്നില്ല. ടു ക്യാഷ് എന്നോ ടു ബാങ്ക് എന്നോ എഴുതാം. എത്ര എമൗണ്ട് വരും, 1000 രൂപ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും ഇക്കൊല്ലത്തെ ഇൻട്രസ്റ്റ് 2,400 ചേർത്തിട്ട് 12,400 ടു ക്യാഷ് അല്ലെങ്കിൽ ടു ബാങ്ക്. ദെൻ ബാലൻസ് ചെയ്യുക, 30,000 ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുക. ദെൻ രണ്ടാമത്തെ കൊല്ലമായി, അതിൻ്റെ 6% കാണാം, അപ്പോൾ 1,800 കിട്ടും. ആ കൊല്ലം തീരുന്നു, പൈസ കൊടുക്കുന്നു, 1000ഉം 1,800ഉം കൂടി ചേർത്തിട്ട് 11,800 കൊടുക്കുന്നു. ദെൻ ബാലൻസ് ചെയ്യുക, ക്യാരി ഡൗൺ ചെയ്യുക, ബ്രോ ഡൗൺ ചെയ്യുക, 20,000 രൂപ. ദെൻ ആ കൊല്ലം ഇൻട്രസ്റ്റ് കാണാം, ബൈ ഇൻട്രസ്റ്റ് അതിൻ്റെ 20,000ൻ്റെ 6% 1,200. ദെൻ ആ കൊല്ലം തീരുന്നു, ആ കൊല്ലം നമ്മൾ പൈസ കൊടുക്കുന്നു, 1000ഉം 1,200 കൂടി ചേർത്ത് 11,200. അത് ബാലൻസ് ചെയ്യുക, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുക. അങ്ങനെ 4ാമത്തെ കൊല്ലത്തെ ഫസ്റ്റ് 3 ഇയേഴ്സിലെ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. സോ ഫസ്റ്റ് 3 ഇയേഴ്സിലെ കണ്ടാൽ മതി. അപ്പോൾ ഇനി റിസർവ് ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടയർമെൻ്റ് ആണ്. റിട്ടയർമെൻ്റ് ആകുമ്പോൾ എങ്ങനെ ഇത് നമ്മൾ കൊടുക്കും, റിട്ടയർമെൻ്റ് ആകുമ്പോൾ ഓൾ പാർട്ട്നേഴ്സിന് കിട്ടും കേട്ടോ. റിസർവ് ഫണ്ട് 3,000, റിസർവ് ഫണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ABC 3 ആൾക്കും കിട്ടും. ഈക്വൽ പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് 1,000 വെച്ചിട്ട് കിട്ടും. then അതുപോലെ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്നോ ലോസ് എന്നോ തരും. ലോസ് ആണെങ്കിൽ എല്ലാവരുടെ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സിന് എന്തെങ്കിലും കിട്ടുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക, അവരിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഡെബിറ്റ് ചെയ്യുക, എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ, സിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി നോക്കാം, അനിൽ, സുനിൽ, മനോജ് പാർട്ട്നേഴ്സ് ആണ്. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:2 ആണ്. സുനിലാണ് റിട്ടയർഡ് ആയത്. ദെൻ ഗുഡ് വിൽ ഓഫ് ദ ഫേം 60,000 രൂപയാണ്. ദെൻ ജേർണൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റിട്ടയർഡ് ആയി എന്ന് പറയുമ്പോൾ സുനിൽ അല്ലേ, സുനിൽ എന്ന് പറയുമ്പോൾ 3 + 2 5, 5 + 1 6. സോ ഈ 60,000ൻ്റെ 2/6, 60,000ൻ്റെ 2/6 ഷെയറാണ് അയാൾക്ക് കിട്ടുക. 2/6 ഷെയർ എന്ന് പറയുമ്പോൾ 20,000 രൂപ. ആ 20,000 രൂപ അനിലും മനോജും കൂടി കൊടുക്കും. അതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പോൾ അനിലിനെയും മനോജിനെയും ഡെബിറ്റ് ചെയ്യണം. അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്സ് മനോജ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു സുനിലിന് കിട്ടുന്നുണ്ട്, സുനിലിനെ ക്രെഡിറ്റ് ചെയ്യുക ടു സുനിൽസ് ക്യാപിറ്റൽ. അവരുടെ റേഷ്യോ ആയിട്ടുള്ള 3:1 റേഷ്യോയിൽ, കാരണം അത് 2 പോയി കഴിഞ്ഞാൽ 3:1 അല്ലേ. അപ്പോൾ 15,000 5,000. പിന്നെ ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റലും ബാങ്കും ആണ്, ബാലൻസ് ഷീറ്റും ആണ്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നോക്കിയേ, പ്ലാന്റിൻ്റെ വില കുറഞ്ഞു എന്ന് പറയുമ്പോൾ നഷ്ടമാണ്, റീവാലുവേഷൻ ഡെബിറ്റ് സൈഡിൽ വേണം. പ്ലാന്റിൻ്റെ വില അണ്ടർ വാല്യൂ കുറഞ്ഞു എന്നല്ല, നമ്മൾ വാല്യൂ ചെയ്ത് കുറഞ്ഞു പോയി, 10% കൂടി ചെയ്യണമായിരുന്നു, ചെയ്തില്ലായിരുന്നു. വിച്ച് മീൻസ് പ്ലാന്റിൻ്റെ വില കൂടി, ലാഭമാണ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് എഴുതും, അതിന് എമൗണ്ട് എഴുതാം. പ്രൊവിഷൻ നഷ്ടമായതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഫർണിച്ചറിൻ്റെ വില കുറഞ്ഞ് നഷ്ടമായതുകൊണ്ട് ടു ഫർണിച്ചറിന് എഴുതാം. പിന്നെ വേറെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അത് എഴുതി കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യുമ്പോൾ റിവാലുവേഷൻ്റെ പ്രോഫിറ്റ് കിട്ടും, അത് ഓരോരുത്തർക്കും വീതിച്ച് കൊടുക്കാം. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അവരുടെ ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ചെയ്താൽ റിസർവിന് എല്ലാവർക്കും വീതിച്ച് കൊടുക്കുക. പിന്നെ റിവാലുവേഷൻ്റെ പ്രോഫിറ്റ് എല്ലാവർക്കും വീതിച്ച് കൊടുക്കുക. പിന്നെ റിട്ടയറിങ് പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള ആ ഒരു ഗുഡ് വിൽ ഉണ്ടല്ലോ, അത് 2 പേരും കൂടി കൊടുക്കുന്ന രീതിയിൽ എഴുതാം. ദെൻ അത് അയാളുടെ ലോൺ അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്, സോ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റാം. റിട്ടയർ ആകുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതില്ല, ലോൺ എന്ന് എഴുതുള്ളൂ. ദെൻ അത് ബാലൻസ് ചെയ്താൽ മതി. ക്യാഷ് ഓർ ബാങ്ക്, അങ്ങനെ ബാങ്ക് അക്കൗണ്ട് സെപ്പറേറ്റ് ഉണ്ടാക്കണ്ട. ഇതിൽ നമ്മൾ ചെയ്ത പോലെ, നമ്മൾ അഡ്മിഷൻ്റെ ചെയ്തില്ല അതേപോലെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഇനി ഡിസൊല്യൂഷനിലേക്ക് കടക്കാണ്. ഡിസൊല്യൂഷനിലേക്ക് കടക്കുന്ന സമയത്ത് ഡിസൊല്യൂഷൻ്റെ എൻട്രീസ് നോക്കി. ഫർണിച്ചർ 12,000 രൂപ റോയി എടുത്തുകൊണ്ട് പോയി. നമ്മൾ ഫർണിച്ചർ ഇനി വിൽക്കുമ്പോൾ ബാങ്ക് പൈസ കിട്ടും, ബാങ്ക് ടു റിയലൈസേഷൻ എന്നാണ് എഴുതുക. ഇവിടെ ബാങ്കിൽ നിന്ന് എഴുതാൻ വിറ്റില്ല, പകരം പാർട്ണർ എടുത്തു എന്ന് പറയുമ്പോൾ റോയ്സ് ക്യാപിറ്റൽ ടു റിയലൈസേഷൻ, അങ്ങനെയാണ് അത് വന്നത്. ഇനി അൺറെക്കോർഡ് മെഷീനറി ഉണ്ടായിരുന്നു, വിൽക്കുമ്പോൾ പണം കിട്ടുന്നു, സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ എന്ന് എഴുതണം, മെഷീനറി എന്ന് എഴുതരുത്.
പിന്നെ ഇനി റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയലൈസേഷൻ്റെ ഒരു ഫൈനൽ പ്രോബ്ലം ആയിട്ട് ഞാനിവിടെ ചെയ്യാം. നോക്കിയാൽ കുറച്ച് ജേണൽ എൻട്രീസ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുന്നത്. പാർട്ട്ണർ സ്റ്റോക്ക് എടുത്തുകൊണ്ട് അപ്പോൾ പണം കിട്ടിയില്ല, പാർട്ട്ണർ ഡെബിറ്റ് ടു റിയലൈസേഷൻ എന്ന് എഴുതാം. കിരൺ റിയലൈസേഷൻ എക്സ്പെൻസ് 1500 രൂപ ഫേമിന് വേണ്ടി പേ ചെയ്തു എന്ന് പറയുമ്പോൾ റിയലൈസേഷൻ ടു കിരൺസ് ക്യാപിറ്റൽ 1500. ദെൻ റിയലൈസേഷനിൽ ലോസ് ഉണ്ടായിരുന്നു, പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് കുറയണമല്ലോ, അതിന് അവരെ ഡെബിറ്റ് ചെയ്യുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ. ദെൻ ഫൈനൽ പ്രോബ്ലമാണ് നമ്മളിതിലേക്ക് പറയുന്നത്. നമ്മുടെ റിയലൈസേഷൻ ചെയ്യാനുള്ള പ്രോബ്ലം ഒക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്തതായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ക്യാഷും ബാങ്കും അല്ലാത്ത എല്ലാം നമ്മൾ റിയലൈസേഷൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സ്റ്റോക്ക്, സൺഡ്രി ഡെറ്റേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. കണ്ടോ, സ്റ്റോക്ക്, സൺഡ്രി ഡെറ്റേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, അതേ എമൗണ്ട് തന്നെ നമ്മൾ ഇവിടേക്ക് എഴുതി. ഇവിടെയാണെങ്കിലോ ജനറൽ റിസർവും ക്യാപിറ്റലും അല്ലാത്ത എല്ലാം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ. അപ്പോൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് മാത്രം 48,000 രൂപ നമ്മൾ ഇങ്ങോട്ടും മാറ്റി. ഇനി ഇവിടെ നോക്കിയാൽ മതി, റിയലൈസേഷൻ എക്സ്പെൻസ് 4000 കൊടുത്തു, ടു ബാങ്ക് എന്ന് എഴുതാം. ടു ബാങ്ക് 4000 കൊടുത്തത് എഴുതി. ഇനി ഡെറ്റേഴ്സ് വിറ്റിട്ട് നമുക്ക് 5% കുറച്ചാണ് കിട്ടിയത്. സ്റ്റോക്ക് വിറ്റ് 50,000 രൂപയും ഫിക്സഡ് അസറ്റ്സ് വിറ്റിട്ട് 1,40,000 12,000 കിട്ടി. ഇതെല്ലാം കൂടി ഒരുമിച്ച് പൈസ കിട്ടി എന്നുള്ള രീതിയിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി. പിന്നെ 5,000 രൂപയുടെ അൺറെക്കോർഡ് അസറ്റ് വിൽക്കാൻ പറ്റിയില്ല, വിറ്റിങ്ങി ബൈ ബാങ്ക് എന്ന് എഴുതിയതിന് മനു എടുത്തോണ്ട് ബൈ മനു എന്ന് പറഞ്ഞിട്ട് അത് 5,000 രൂപ എഴുതി. ക്രെഡിറ്റേഴ്സിന് മൊത്തം പൈസ കൊടുത്തു, 48,000 കൊടുത്തു എന്ന് പറയുമ്പോൾ ടു ക്യാഷ് 48,000, അത്രേ ഉള്ളൂ. ബാലൻസ് ചെയ്യുക, അപ്പോൾ നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കിട്ടും. ദെൻ അത് എന്ത് ചെയ്യുക, ദെൻ നമ്മൾ ഇവിടെ നോക്കിയിട്ട് ഓപ്പണിംഗ് ബാലൻസ് 1,40,000 80,000 ഇങ്ങോട്ടേക്ക് എഴുതുക. ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിൽ റിസർവ് ഉണ്ടായതുകൊണ്ട് ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് അതും 2 പേർക്കും വീതിച്ച് കൊടുക്കുക. ഈ റിയലൈസേഷൻ്റെ പ്രോഫിറ്റും 2 പേർക്കും കൊടുക്കുക. പിന്നെ പാർട്ട്ണർ ഇവിടെ 5,000 രൂപയുടെ എടുത്തു എന്ന് പറയുന്നില്ലേ, അപ്പോൾ നമ്മൾ എന്താ എഴുതിയത്, പാർട്ട്ണർ ടു റിയലൈസേഷൻ എന്നല്ലേ. പാർട്ട്ണർ ടു റിയലൈസേഷൻ ആകുമ്പോൾ പാർട്ട്ണറുടെ അക്കൗണ്ടിൽ ടു റിയലൈസേഷൻ 5,000 എഴുതി. എല്ലാം കൂടി ബാലൻസ് ചെയ്യുക, ഡിഫറൻസ് ബാങ്കിലേക്ക് എഴുതാം. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് വരയ്ക്കുക. ബാങ്ക് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 40,000 ഉള്ളത് ഡെബിറ്റ് സൈഡിൽ 40,000 ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. ഇവിടെ എഴുതിയിട്ടില്ലല്ലോ, ഡെബിറ്റ് സൈഡിൽ എഴുതണമല്ലോ, അതെന്താ ഇവിടെ എഴുതാത്തേ, അത് എഴുതണം കേട്ടോ. ഈ 40,000 രൂപ എഴുതണം, അതിൽ എഴുതിയിട്ടില്ല. ഈ 40,000 രൂപ ഡെബിറ്റ് സൈഡിൽ നമ്മൾ 40,000 എഴുതും. ഓക്കെ, ഇവിടെ 40,000 നമ്മൾ എഴുതും. അത് എന്തുകൊണ്ടാണ് എഴുതാത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ റീവാലുവേഷനിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ അതിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ 2,82,100 പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതുകൊണ്ട് ഇപ്പുറ സൈഡിൽ വേണം എഴുതാൻ. ഇങ്ങോട്ടേക്ക് നമ്മൾ എഴുതി റിയലൈസേഷൻ. ഇനി ഇവിടെ ഉള്ളതൊക്കെ അപ്പുറ സൈഡിലേക്ക് എഴുതാം. 48,000 4,000 ഉണ്ട്, അപ്പോൾ 48,000 4,000 എഴുതി. പിന്നെ ഇവിടെ കിടക്കുന്നതും ഇങ്ങോട്ടേക്ക് തന്നെ എഴുതാം. 1,71,98,367 ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ടാലിയാവും. ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. ഇത് ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ബാലൻസ് ഷീറ്റ് അല്ല ക്യാഷ് അക്കൗണ്ട് ടാലി ആകും. ഇതിൽ ഇൻക്ലൂഡ് ആകാത്ത 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് ചെറുത് ഇതിലേക്ക് ഇൻക്ലൂഡ് ആകാത്തതുണ്ട്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്ഷനിൽ ചെയ്യാം. പ്രോബ്ലം ഒരുവിധം എല്ലാം പഠിക്കാൻ ഇത് മതി. ഇതിൽ വിട്ടുപോയത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്ഷൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.